മോശമല്ലാത്തൊരു കഥയും ഇന്ത്യൻ സിനിമയിൽ തന്നെ പകരം വയ്ക്കാനില്ലാത്ത കലാകാരന്മാരെയും ഒക്കെ കയ്യിൽ കിട്ടിയിരുന്നു. മുകേഷ് കുമാർ സിംഗിന് തൻ്റെ കണ്ണപ്പ എന്ന സിനിമയെ ഒരു ഭക്ത പുരാണ സീരിയലിൻ്റെ ഒപ്പം എത്തിക്കാൻ പോലും സാധിച്ചില്ലായിരുന്നു. നമ്മൾ ട്രെയിലറിൽ കണ്ട ആ അപരാധത്തെക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിൽ സിനിമ പ്രവർത്തിച്ചു എന്നതൊഴിച്ചാൽ സിനിമയിൽ ഭേദപ്പെട്ട ഒന്ന് ഉണ്ട് എന്ന് പ്രേക്ഷകന് ഒരിക്കലും തോന്നില്ല. അച്ചടിച്ചു വെച്ച ഫ്ലെക്സിന് മുൻപിലിരുന്ന് ലുഡോ കളിച്ചുകൊണ്ടാണ് പരമശിവനും പത്നിയും ഭൂമിയിലേക്ക് നോക്കുന്നത്. നമ്മുടെ ചില സ്കൂളുകളിലൊക്കെ അധ്യാപകർ കുട്ടികളെ നിർബന്ധിച്ച് സ്റ്റേജിൽ കയറ്റും ചില ചുവടുകളൊക്കെ വയ്ക്കാൻ. പാട്ടൊരു വഴിക്ക് പോവും, കുട്ടികളുടെ സ്റ്റെപ്പ് മറ്റൊരു വഴിക്ക് പോവും. അത്തരത്തിലാണ് ഇതിൻ്റെ ഒരു ആദ്യത്തെ പാട്ട് മേക്ക് ചെയ്തിരിക്കുന്നത്. പിന്നീട് നായകനായ തിന്നാൻ്റെ ഇൻട്രൊഡക്ഷൻ സീനാണ്. അതും ബൗണ്ടറിയിൽ ബോൾ കാത്തു നിൽക്കുന്ന ഫീൽഡറെ പോലെ തിന്നൻ മുകളിൽ നിന്ന് വരുന്ന കുട്ടിയെ കയ്യിലേറാനായി ഡബിൾ ക്യാച്ചൊക്കെ നടത്തി ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് കുഞ്ഞു പോവാതെ കാത്തു സംരക്ഷിക്കുന്നു. പങ്ക എന്ന രാജ്ഞിയുടെ അടുത്തേക്ക് രണ്ട് ഹാസ്യ നടന്മാർ കടന്നു വരുന്നുണ്ട്. അവർ കടന്നു വരുമ്പോൾ പങ്കയുടെ രാജ്യത്തുള്ള സ്ത്രീരത്നങ്ങളൊക്കെ വാൾപ്പയറ്റ് അഭ്യസിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വാൾപ്പയറ്റ് അഭ്യസിക്കുന്ന യുവതികളെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കണ്ടത്തിൽ നിന്ന് കൊയ്യുന്ന പെണ്ണുങ്ങളെയാണ്. അവസാനം നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടനെ അവതരിപ്പിക്കുന്നത് ഡബിൾ കോമാളിയായിട്ടു. പിന്നീട് സിനിമ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ശിവഭക്തനായ നായകൻ പൂജകളൊക്കെ ചെയ്ത് അങ്ങോട്ട് മാറുന്ന സാഹചര്യം കാണുമ്പോൾ അറിയാതെ ഞാൻ ചിന്തിച്ചത് ചിന്താവിഷ്ടയായ ശ്യാമളയിലെ വിജയൻ മാഷിനെയാണ്.